ഇന്ന് ചായക്ക് എന്താണ് എല്ലാവർക്കും? അപ്പൊ ഇന്ന് ബോണ്ട മതിയല്ലോ. അപ്പൊ നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. നേരെ തന്നെ നമ്മൾ അടുക്കളയിലിട്ട് വന്ന് കേട്ടോ. അതിന് ശേഷം മാവെടുക്കുകയാണ്. ഏകദേശം 1.5 ഗ്ലാസ്സിന് ആട്ടപ്പൊടി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് 1 ഗ്ലാസ്സിന് മൈദ എടുത്തു കേട്ടോ. പിന്നെ ഏലക്ക പൊടിച്ചതിടണം, ശകലം സോഡാപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. പിന്നെ ഇത് ഏത്തപ്പഴം വന്നിട്ട് 2 ഏത്തപ്പഴം ഉണ്ട്. അതിൻ്റെ കറുത്ത നാര് കളഞ്ഞിട്ട് പഞ്ചസാരയിട്ട് നന്നായിട്ട് അടിച്ച് നല്ല ഇതിലെടുത്തതിന് ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇതിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശകലം എടുക്കുക കേട്ടോ, വെള്ളം എടുക്കുക. എന്നിട്ട് അങ്ങനെ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഉണ്ടാക്കാൻ. അപ്പോഴേ മാവിന് നല്ല ഇത് വരത്തുള്ളൂ. മാവ് നന്നായിട്ട് പുളിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ അടുത്ത് എണ്ണ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നല്ല ഹൈ ഫ്ലെയിമിട്ട് നല്ല ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ഇതിങ്ങനെ ഉരുട്ടി ഇടാൻ വേണ്ടിയിട്ട്. എങ്കിലേ ആ ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ളു വേഗത്തുമില്ല, പുറം വന്നിട്ട് കരിഞ്ഞു പോകത്തും ചെയ്യും കേട്ടോ. അങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അത് നല്ല പരുവത്തിന് കിട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ് കേട്ടോ. ഇത് നമുക്ക് ചായക്കട സ്റ്റൈൽ ബോണ്ട അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇന്ന് നമുക്ക് ചായക്ക് ഇതാണ് കേട്ടോ. പിന്നെ കയ്യോടെ തന്നെ ചായ ഇട്ടു, ചായയും കുടിച്ച് ബോണ്ടയായിട്ട് കഴിച്ച് ആഹാ ഹന്തസ്. നമ്മൾ ബോണ്ട റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.